പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം MLA 2 വട്ടം ഈ പോലീസ് സ്റ്റേഷനിൽ പോയതാണ്. അപ്പോൾ ഒന്ന് MLAയോട് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയോ MLAയുടെ പേരിൽ ഒരു കേസുണ്ടെന്നോ പറയുകയോ ചെയ്തിട്ടില്ല. മേലുദ്യോഗസ്ഥന്മാരുടെയും ഗവൺമെൻറ്റിൻ്റെയും നിർദ്ദേശം മാനിച്ചുകൊണ്ട് SP അദ്ദേഹം 2.5-3 മണിക്കൂർ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്ന് എങ്ങനെ PV അൻവർ MLAയെ ജയിൽ തുറങ്കലാക്കാമെന്നുള്ള ഗൂഢാലോചന നടത്തിയാണ് രാത്രി 10:30 മണിക്ക് അദ്ദേഹത്തിൻ്റെ വീട് വളയുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. സർക്കാർ ആസൂത്രിതമായി തന്നെയാണ് സർക്കാർ ആസൂത്രിതമായിരുന്നു എന്നുള്ളതിന് വനമന്ത്രിയുടെയും LDF കൺവീനറുടെയും കുറച്ചു മുമ്പുള്ള പ്രസ്താവനയിലുണ്ടല്ലോ. ബഹുമാനപ്പെട്ട LDF കൺവീനർ പറഞ്ഞത് എന്താണ്? ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഏത് പഴുതാണ് PV അൻവറിനെ ജയിൽ തുറങ്കിലാക്കുന്നത് എന്ന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒരു കാരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആസൂത്രിതമായി ഇന്നലെ അവർ SP വന്ന് ആ രീതിയിൽ അദ്ദേഹത്തെ ജയിലിലടച്ചു. പ്രോസിക്യൂഷൻ്റെ ഒരു വാദമുഖങ്ങളും സ്വീകരിക്കാതെ നിരുപാധിക ജാമ്യമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷൻ്റെ വാദമുഖങ്ങളെല്ലാം കളവായിരുന്നല്ലോ. അത് കോടതിക്ക്, ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ കോടതി ജാമ്യം അനുവദിച്ചത്. പ്രോസിക്യൂഷൻ എന്തെല്ലാം കള്ളത്തരങ്ങളെ വിളിച്ചു പറഞ്ഞു. സ്വാഭാവികം. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ IC ബാലകൃഷ്ണൻ്റെ ഓഫീസ് ആക്രമിക്കുന്നു. ഒരു പോലീസുകാരൻ്റെ കൊങ്ങക്ക് പിടിച്ചിട്ട് ഇപ്പോഴും വിട്ടിട്ടില്ല. അരമണിക്കൂറായി അവിടെ കയറിയിരിക്കണം, ക്രിമിനൽ പിടിച്ചേക്കണം. എന്നിട്ട് ഈ PV അൻവറിൻ്റെ കൂടെ നാളിൽ ഓഫീസിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് കസേര സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഷേധമല്ലേ? അത് അൻവറിൻ്റെ നേതൃത്വത്തിലാണ്, അൻവറിൻ്റെ പ്രേരണയിലാണെന്നൊക്കെ കള്ള റിമാൻഡ് റിപ്പോർട്ട് കൊടുത്ത കോടതി അംഗീകരിക്കുമോ? ബഹുമാനപ്പെട്ട കൊടുത്ത് നീതി നടപ്പാക്കുന്ന കോടതിയല്ലേ? കോടതിക്ക് അത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിരപരാധി അദ്ദേഹത്തെ പറഞ്ഞയച്ചത്. അൻവറിനെ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക ജയിലിൽ നിന്ന്? ഞങ്ങളിപ്പോൾ ഈ ഓർഡറുമായിട്ട് തവന്നൂർ ജയിലിലേക്ക് പോകും. തവന്നൂർ ജയിലിൽ നിന്ന് കിട്ടാവുന്ന വാഹന സൗകര്യത്തിൽ അദ്ദേഹത്തെ ആനയിച്ചുകൊണ്ട് ഞങ്ങൾ ഒതായിലേക്ക് വരും. എത്ര മണിയോട് പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയിൽ? 7 മണിക്ക് മുമ്പിൽ ഇറങ്ങാൻ കഴിയുമെന്ന് ഞങ്ങളുടെ പ്രതീക്ഷ. 7 മണിയോടുകൂടി. ഏതായാലും വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ കോടതി എല്ലാ കാര്യങ്ങളും, അതായത് പ്രോസിക്യൂഷൻ്റെ എല്ലാ വാദമുകളും പൊളിഞ്ഞടങ്ങിയെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അതായത് ഈ നേരത്തെ ആസൂത്രിതമായി സർക്കാർ തലത്തിൽ ഉന്നത തലത്തിലെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് PV അൻവർ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെ നിരുപാധിക ജാമ്യമാണ് ഇപ്പോൾ PV അൻവറിന് കോടതി അനുവദിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് നിരുപാധിക ജാമ്യം അനുവദിക്കുന്നു. അതോടൊപ്പം തന്നെ PV അൻവറിനെ ജയിലിൽ നിന്ന് സ്വീകരിച്ച് ആനയിച്ചുകൊണ്ടായിരിക്കും ഈ നിലമ്പൂരിലേക്ക് എത്തിക്കുക. കഴിയാവുന്ന വാഹനങ്ങൾ, തുറന്ന വാഹനത്തിൽ അടക്കം കഴിയാവുന്ന വാഹനങ്ങളിൽ അദ്ദേഹത്തെ കൊണ്ടുവരും, ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം നിലമ്പൂരിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും DMK പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാവുന്നു. PV അൻവറിനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാവുന്നു. രാഷ്ട്രീയമായി തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ തരത്തിൽ ഇരുട്ടടി ലഭിക്കുന്ന രീതിയിലുള്ള ഒരു കോടതി വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ കഴിയും. കാരണം നിരുപാധിക ജാമ്യമാണ്. പ്രോസിക്യൂഷൻ്റെ ഒരു വാദമുഖങ്ങളും കോടതി അംഗീകരിച്ചില്ല. അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിൻ്റെ എല്ലാ വാദമുഖങ്ങളും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിരുപാധിക ജാമ്യം കോടതിയുടെ നിരുപാധിക ജാമ്യം കൊടുക്കാവുന്ന ഒരു കേസിലാണ് യഥാർത്ഥത്തിൽ PV അൻവറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ രാത്രി 9:30 അദ്ദേഹത്തിന്റെ വീട് ഏതാണ്ട് 125ഓളം പോലീസുകാർ വളയുന്നു. അവിടുത്തെ DYSP എന്നെ നേരിട്ട് വന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ PV അൻവർ നേരിട്ട് പങ്കെടുക്കാത്തൊരു ആക്ഷന്റെ പേരിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പോലീസിന് റിമാൻഡ് റിപ്പോർട്ടിൽ കേവലം പ്രേരണാക്കുറ്റം മാത്രം ചുമത്തേണ്ടി വന്നത്. അത്തരത്തിൽ പ്രേരണാക്കുറ്റം മാത്രം ചുമത്തപ്പെട്ട ഒരു കേസിൽ വളരെ പെട്ടെന്ന് ജാമ്യം കിട്ടുമെന്ന് അറിയാമായിരുന്നിട്ട് കൂടിയും അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോയ സർക്കാരിൻ്റെ നീക്കം എന്ന് പറയുന്നത് പാളിപ്പോയി എന്ന് തന്നെ വേണം വിചാരിക്കാൻ. അഭിലാഷ് കൃത്യമായി പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ഇടവേളയിലായിരുന്നു PV അൻവർ എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം പാലക്കാട് ചേലക്കര തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുകയും അതിലൊക്കെ തന്നെ പിന്നോട്ടടി നേരിടുകയും ചെയ്തയാളാണ്. പിന്നീട് അദ്ദേഹം പല രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചുവെങ്കിലും അതൊക്കെ പാളിപ്പോകുന്നത് കണ്ടു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം TMCയുടെ തൃണമൂൽ കോൺഗ്രസുമായി ഒരു സഖ്യമുണ്ടാക്കാനാണ് ശ്രമിച്ചത്. അതടക്കം പൊളിഞ്ഞു പോയിരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ ഇടവേളയുടെ സമയത്താണ് അൻവർ ഇന്നലെ ഉണ്ടായിട്ടുള്ള വന്യജീവി ആക്രമണത്തിലെ മരണവുമായി ബന്ധപ്പെട്ട് DFOയുടെ ഓഫീസ് വളയുന്നതിനും അവിടെ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നതിനും ഇറങ്ങി പുറപ്പെട്ടത്. യഥാർത്ഥത്തിൽ അവിടെ ഒരു ചെറിയ സംഘർഷാന്തരീക്ഷം ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. ആ സംഘർഷാന്തരീക്ഷത്തിൻ്റെ സമയത്ത് PV അൻവർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ദൃശ്യങ്ങളിലൂടെ തന്നെ തെളിഞ്ഞതാണ്. എന്നിട്ടുകൂടിയും ഇത്തരത്തിൽ വളരെ ദുർബലമായ ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ PV അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ നമുക്കറിയുന്നത് പോലെ PV അൻവർ ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു ജില്ലാ പോലീസ് നേതൃത്വം മാത്രം കൂടിയാലോചിച്ച് എടുക്കുന്ന തീരുമാനമായിരിക്കില്ല. അതിന് നിശ്ചയമായും സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വവും പറയാതെയോ അറിയാതെയോ ഇങ്ങനൊരു ജനപ്രതിനിധി അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്നലെ PV അൻവർ കൃത്യമായും അത് പിണറായി വിജയനെതിരായിട്ടും P ശശിക്കെതിരായിട്ടുമായി ഉള്ള ആക്ഷേപമായി മുന്നോട്ട് ഒരു ആരോപണം വെച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ട്, P ശശി അറിഞ്ഞുകൊണ്ടുള്ള അറസ്റ്റാണിത് എന്നും ഇതൊരു രാഷ്ട്രീയ പകപോക്കലാണെന്നും PV അൻവർ പറയുകയുണ്ടായി. പക്ഷേ ഇത്രയേറെ ദുർബലമായ ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ PV അൻവറിനെ പോലൊരു MLA, പ്രത്യേകിച്ച് സർക്കാരിനെതിരായിട്ട് നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തിയത് സത്യത്തിൽ അതൊരു വലിയ തിരിച്ചടിയായി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം
ഇന്നിപ്പോൾ അഭിലാഷ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ നിരുപാധിക ജാമ്യമാണ് കോടതി കൊടുത്തിരിക്കുന്നത്. ഒരു നിരുപാധിക ജാമ്യം ഈസിയായി ലഭിക്കാവുന്ന ഒരു കേസിൽ ഇതുപോലൊരു ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്ത് നടത്തിയ രാഷ്ട്രീയ നാടകം യഥാർത്ഥത്തിൽ PV അൻവറിന് ഒരു രാഷ്ട്രീയ ഉയർത്തെഴുന്നേൽപ്പാണ് സമ്മാനിച്ചിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ ഇന്ന് രാവിലെ മുതൽ തന്നെ PV അൻവറിന് അനുകൂലമായ നിലപാടാണ് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതിപക്ഷത്ത് നിന്ന് എടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ UDF വളരെ അകലമാണ് PV അൻവറുമായി ഈ കാലത്ത് പാലിച്ചിരുന്നത് നമുക്ക് കാണാം. പ്രത്യേകിച്ച് ചേലക്കരയിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്തിയതിനെതിരായിട്ട് കോൺഗ്രസിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പാലക്കാട് അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്തിയെങ്കിലും അതിനെ പിൻവലിച്ചു എന്നുള്ളത് ശരിയാണെങ്കിൽ കൂടിയും BD സൈസിനൊക്കെ വളരെ ഷാർപ്പായിട്ടാണ് PV അൻവറിനെതിരെ നിലപാടെടുത്തത്. അൻവർ മത്സരിച്ചാലും അൻവറിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ചാലും തങ്ങൾക്കൊരു ചുക്കുമില്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം എടുത്തിരുന്നത്. അങ്ങനെ UDFുമായി പോലും നല്ലൊരു ബന്ധമുണ്ടാക്കാൻ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് സർക്കാരിനെ ആക്രമിക്കുന്ന അൻവറിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ ഒറ്റ അറസ്റ്റോടുകൂടി പ്രതിപക്ഷത്തിന് അൻവറിനെ ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് PK കുഞ്ഞാലിക്കുട്ടി നടത്തിയ പ്രസ്താവനയാണ്. അദ്ദേഹം വളരെ വ്യക്തതയോട് പറഞ്ഞിരിക്കുന്ന UDF ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നമാണ് ഇപ്പോൾ PV അൻവർ ഉന്നയിക്കുകയും അറസ്റ്റ് വരിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാണ്. ആ അർത്ഥത്തിൽ UDFിന്റെ രാഷ്ട്രീയ അജണ്ട ഏറ്റെടുത്ത് സമരത്തിലൂടെ അറസ്റ്റ് വരിച്ച ഒരു നേതാവ് എന്ന പ്രതിച്ഛായയിലേക്ക് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗാണ് PV അൻവറിനെ എടുത്തുയർത്തിയത്. അതിന് തൊട്ടു പിന്നാലെ മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും, അതായത് UDFിന്റെ ഘടകകക്ഷികളായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടി വന്നു. പെട്ടെന്ന് തന്നെ കോൺഗ്രസിൽ നിന്ന് പ്രതികരണമുണ്ടായി. UDFിന്റെ കൺവീനറായിട്ടുള്ള MM ഹസനാണ് ആദ്യം പറഞ്ഞത് ഈ അറസ്റ്റ് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല, ഇത് അനീതിയാണ് എന്ന പ്രസ്താവന MM ഹസനിൽ നിന്നുണ്ടാകുന്നു. തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവിന് പ്രതികരിക്കേണ്ടി വരുന്നു. UDFിന്റെ കൺവീനർ, UDFിന്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. VD സതീശൻ പറഞ്ഞത് ഈ അറസ്റ്റ് അനീതിയാണ് എന്നാണ്. KPCC അധ്യക്ഷനായിട്ടുള്ള K സുധാകരനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർ PV അൻവറിനെ പിന്തുണച്ചു. തൊട്ടു പിന്നാലെ RSPയുടെ നേതാവ് ഷിബു ബേബി ജോൺ, അതുപോലെ തന്നെ CMP നേതാവ് CP ജോൺ തുടങ്ങിയിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ PV അൻവറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി ഞായറാഴ്ച വിളിച്ചുകൂട്ടുകയാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഒരുപക്ഷെ അടിയന്തരമായി തന്നെ അൻവറിന്റെ UDF പ്രവേശവുമായി ബന്ധപ്പെട്ടൊരു നിലപാട് സ്വരൂപിക്കാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് അത്തരത്തിൽ UDFിലേക്ക് അൻവറിനെ എടുക്കാം എന്ന നിലപാടെടുത്തു കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അക്കാര്യത്തിൽ അവരുടെ നിലപാട് പ്രഖ്യാപിക്കും. ഒരു പക്ഷേ വളരെ എളുപ്പമായിരിക്കുകയാണ് PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം UDFിലേക്കുള്ള രംഗപ്രവേശനം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ഇതൊരു പൊളിറ്റിക്കൽ ബാക്ക്ലാഷായി മാറി CPMനെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അറസ്റ്റ് ചെയ്യാനെടുത്ത തീരുമാനമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ PV അൻവറിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്ന സംഭവമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ PV അൻവർ നടത്തിയ പല രാഷ്ട്രീയ ശ്രമങ്ങളും പാളിപ്പോയിരുന്നു. എന്നാൽ ഇന്നലെ അദ്ദേഹം DFOയുടെ ഓഫീസിലേക്ക് നടത്താൻ സംഘടിപ്പിച്ച മാർച്ചും അതേ തുടർന്നുണ്ടായ ചെറിയ സംഘർഷവും ആ സംഘർഷത്തെ തുടർന്ന് PV അൻവറിനെ തന്നെ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് നടത്തിയ അറസ്റ്റുമൊക്കെ തന്നെയും CPMനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. PV അൻവർ അല്പസമയത്തിനകം തന്നെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.